ഹലോ പ്രിറ്റി ക്യൂട്ടീസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പായസം, റാഗി ചോക്ലേറ്റ് പായസം. അപ്പോൾ ഓണത്തിന് ഒരു വെറൈറ്റി പായസം ട്രൈ ചെയ്യുന്നുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയേണ്ട എല്ലാവരോടും, എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ബെൽ ബട്ടൺ ഞെക്കുക. നല്ല ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ബെൽ ബട്ടൺ ഞെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെന്താ കമന്റ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ഓരോരുത്തരും കമന്റാണ് എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാനുള്ളൊരു മാർഗം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിഞ്ഞാലല്ലേ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്തോ, എങ്ങനെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവതാരണത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ഇതൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കാണുന്നവര് തീർച്ചയായിട്ടും കമന്റ് ഇടാം കേട്ടോ. നെഗറ്റീവ് ആയാലും ശരി, പോസിറ്റീവ് ആയാലും ശരി, നിങ്ങളുടെ കമന്റുകൾ വിലപ്പെട്ടതാണ് എനിക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. എല്ലാവരും ഊട്ടി വാ, നമുക്ക് തുടങ്ങാം. ബാ. അപ്പൊ നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് സ്റ്റവ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് 1/2 ലിറ്റർ പാലാട്ടോ നമ്മൾ ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ റാഗി പായസം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് റാഗി എടുത്തിട്ട് ഇതിലോട്ട് കലക്കി ഒഴിക്കണം കേട്ടോ, പാല് തിളയ്ക്കുന്ന നേരത്ത്. അപ്പം ഞാൻ ഇവിടേക്ക് എടുത്ത് വെക്കുന്നത് വലിയൊരു സ്പൂൺ റാഗി കേട്ടോ. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, ഈ റാഗി കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ഇളക്കി ലൂസാക്കി, നല്ലൊരു ലൂസ് പരുവത്തിലാക്കി വെക്കാം. ഈ വെള്ളത്തിൽ കുറച്ച് വെള്ളം റാഗിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇങ്ങനെ ഇളക്കി കട്ട കെട്ടാതെ ഇളക്കി വെക്കാം കേട്ടോ. നല്ലൊരു ലൂസ് പരുവായിക്കോട്ടെ. ഞാൻ റാഗി കലക്കിയിട്ട് ഇത് അരിച്ചെടുത്തതാട്ടത്. റാഗിയിൽ നല്ലോണം അതിൽ തവിടുണ്ടായിരുന്നു. അരിച്ചിട്ടുള്ള റാഗി പൊടിക്കാൻ ഇങ്ങനെ കലക്കി അരിച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്തേലും നല്ലോണം തവിട് അതിന്റെ ഉമ്മിയൊക്കെ ഉള്ള കാരണം ഞാനത് അരിച്ചെടുത്തു കേട്ടോ. 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് തിരുമ്പി അരിച്ചെടുത്തത് സത്ത് മുഴുവനായിട്ട് പോകുന്നിട്ടുള്ളത് റാഗിയുടെ ഇതാട്ടോ. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പാലിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയോട്ടോ ചേർത്ത് കൊടുക്കണത്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഈ പാലോടെ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒന്ന് ചെറുതായി കുറുകട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയുണ്ട്. ചോക്ലേറ്റ് റാഗിയാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിലോട്ടായിട്ട് കുറച്ച് ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/3 കപ്പ് ചോക്ലേറ്റ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അമൂലിന്റെ 50% ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ. നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് പോലെയല്ല, ശരിക്കും നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ നല്ല കയ്പുണ്ടാവും കേട്ടോ. അമൂലിന്റെ തന്നെ 90% ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. അതായത് ഇതിനേക്കാളും കയ്പാ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ചോക്ലേറ്റിന്റെ കയ്പ് അനുസരിച്ചിട്ട് ചോക്ലേറ്റിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഡയറി മിൽക്ക് ഒക്കെ പോലുള്ള ഏതെങ്കിലും മിൽക്ക് ചോക്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മൾ അളന്ന് മാറ്റി വെച്ച് വെക്കണ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് പാല് ചേർക്കാം കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് ഏകദേശം റെഡി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നണേ കുറച്ചും കൂടി പാല് ചേർക്കാന്ന്. ഇതിഞ്ഞിരുന്ന് കട്ടയാവും. നമുക്ക് കുറച്ചും കൂടി പാല് ചേർക്കാം കേട്ടോ. ഞാൻ വീണ്ടും ഒരു 1/3 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ. ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അത് നോക്കിക്കേ, നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉള്ള ചെറിയ ചെറിയ തരികളൊക്കെ തനിയെ ആ ചൂട്ടിലിരുന്നിട്ട് മെൽറ്റ് ആയിക്കോളും. കാണാണ്ടോ, കണ്ടോ? നമുക്കിനി ചോക്ലേറ്റ് അവിടെ മാറ്റി വയ്ക്കാം. ഇനി പാലൊന്ന് കുറുകട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഏത്തപ്പഴത്തിന്റെ പകുതി മുറുക്കി ചെയ്താട്ടത്. ഇത് നമുക്ക് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. പായസം എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടോ ഈ ഏത്തപ്പഴം എടുക്കുന്നത്. താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ചൂടായ നെയ്യിലോട്ട് ഏത്തപ്പഴം നുറുക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വാടണ വരക്കി
നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഏത്തപ്പഴം നുറുക്കിയത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതിലേക്ക് നല്ല പഴുത്ത ഏത്തപ്പഴമായിട്ട് ഏറ്റവും നല്ലത്. എൻ്റെ ഏത്തപ്പഴത്തിന് ഇത്തിരി പഴുപ്പ് കുറവായിരുന്നു. നല്ല പഴുത്ത ഏത്തപ്പഴം വെച്ചാൽ നല്ല പന്തത ഉണ്ടാവും. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിനി പാലിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലില്ലേ, അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഏത്തപ്പഴം പാലിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിലോട്ട് റാഗി ചേർത്ത് കൊടുക്കാം കേട്ടോ. നോക്കിയേ, നമ്മൾ നേരത്തെ കലക്കി അരിച്ച് മാറ്റി വെച്ച റാഗി ആട്ടത് കണ്ട. ഈ റാഗി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി റാഗി ഒഴിച്ചിട്ട് റാഗി നല്ലപോലെ വേവണേക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോ ഈ പഴം ചേർത്തതിന് പകരം ക്യാരറ്റോ സാഗോ സേമിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലോട്ട് ചേർക്കാം കേട്ടോ. ഞാൻ ഏത്തപ്പഴം ഇരിക്കുന്ന കണ്ടപ്പോ ചേർക്കുന്നു മാത്രം. അപ്പോൾ നമ്മുടെ റാഗി ഇങ്ങനെ തിളച്ച് കുറുകട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ പായസം കുറുകി നല്ല പരിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏത് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പായസത്തിന്റെ കട്ടി ഓരോരുത്തരും പാകത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ല ലൂസായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിൽ തിക്കായിട്ട് കിട്ടേണ്ടവർക്ക് കുറച്ചും കൂടി നേരം അടപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കേട്ടോ. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇങ്ങനെ പാലൊഴിച്ച് മെൽറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്താലും ചോക്ലേറ്റ് ചേർത്തോട്ട് നമ്മുടെ പായസത്തിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് ചേർത്ത ശേഷം ഇതിഞ്ഞൊരു 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഈ സമയം കൂടെ നമുക്ക് പായസത്തിന് മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചോക്ലേറ്റ് ഒക്കെ ചേർത്തതല്ലേ, ചിലപ്പോൾ മധുരം പോരായോ വന്നെങ്കിലോ. നല്ല കയ്പുള്ള ചോക്ലേറ്റ് ആയതുകൊണ്ട് കേട്ടോ. കുഴപ്പമില്ല, മധുരമൊക്കെ ഉണ്ട്. നല്ല മിൽക്ക് ചോക്ലേറ്റ് ആണെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഡയറി മിൽക്കോ നെസ്ലെയോ പോലെയുള്ള ഏതെങ്കിലും ഒരു മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ആണെച്ചാൽ കുറേയും കൂടി ടേസ്റ്റ് ആവും. ചോക്ലേറ്റിൻ്റെതായിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റിന് എത്ര നോക്കിയാലും ഒരു കയ്പ് രസം ഉണ്ടാവില്ലേ, ആ ഒരു കയ്പ് രസം ചെറുതായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ചോക്ലേറ്റിൻ്റെ കയ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ലപോലെ ഇതായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് തളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പായസം റെഡി കേട്ടോ. നമുക്ക് നിർത്താം. ഇപ്പം എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം കേട്ടോ. നമ്മുടെ പായസത്തിന്റെ തിക്നെസ് നോക്കി നല്ല തിക്കായിട്ടുണ്ട്. നമ്മുടെ പായസം ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ട് നോക്കിയേ. പിന്നെ നമുക്ക് പായസം ടേസ്റ്റ് ചെയ്യാം. രാധുകുട്ടിയുടെ ഒട്ടും ക്ഷമയില്ലാണ്ട് നിൽക്കുന്നത്. ഞാൻ അധികം അവളെ വെയിറ്റ് ചെയ്യിച്ചാൽ ശരിയാവില്ല. കൊടുക്കാം, നമുക്ക് ഇനി ടേസ്റ്റ് നോക്കാം. രാധുകുട്ടി ക്ഷമയില്ലാണ്ട് കാത്ത് കണുണ്ടാവും. ചൂടാട്ടാ, ചൂടൊന്ന് അറിട്ടെ. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ഇതെന്ത് പൈസ പിന്നെ വേണോ? അപ്പൊ നമ്മുടെ പായസമൊക്കെ റെഡിയായി. രാധുകുട്ടി ടേസ്റ്റ് നോക്കി, നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവളെ പായസം കൊണ്ട് പോയി. പിന്നെ എന്താ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് തനിയെ റാഗി കഴിച്ചോളും. എൻ്റെ രാധുകുട്ടിക്ക് റാഗിയൊന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അവൾക്ക് ഇത് റാഗിയാന്ന് പോലും മനസ്സിലായിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ, ഇന്നത്തേക്ക് എത്രയുള്ളോ. ഇനി വേറൊരു പായസത്തെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അതുവരേക്ക് ടാറ്റാ, ബൈ ബൈ.